ഇന്നലെ നമ്മളൊരു വീഡിയോയിൽ കണ്ടിരുന്നു ഇസ്രായേലിന്റെ മെർക്കാവ ടാങ്ക്സിനെ ഇറാൻ നിർമ്മിത ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽസ് ഉപയോഗിച്ച് ഇസ്രായേലിന് നേരെയുള്ള യുദ്ധത്തിൽ ഹെസ്ബുള്ള ഉപയോഗിച്ചു എന്ന്. ഇപ്പോൾ വീണ്ടും ഒരു വാർത്ത പുറത്തു വന്നു. 22-ാം തീയതി ഗാസ സ്ട്രിപ്പിനുള്ളിൽ നിന്നും ഇസ്രായേലിനെതിരായിട്ടുള്ള യുദ്ധത്തിൽ ഏർപ്പെടുന്ന ഹമാസ് സഖ്യത്തിലുള്ളവർ ഇസ്രായേലിന്റെ ഒരു അറ്റാക്ക് ഹെലികോപ്റ്ററായ അപ്പാച്ചി ഹെലികോപ്റ്ററിനെ മാൻപാഡ്സ് ഉപയോഗിച്ച് വെടിവെച്ച് വീഴ്ത്തിയെന്ന് കാണിക്കുന്ന ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തിരുന്നു. ഇത് മുഴുവൻ ഹമാസിന്റെ മേൽ ലോകത്തിന്റെ ശ്രദ്ധയാകർഷിച്ചു. മറ്റൊരു ഭാഗത്ത് ആരും ചിന്തിച്ചു നോക്കാത്ത ഒരു കാര്യം ഇസ്രായേൽ ഗാസയ്ക്കുള്ളിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഖാൻ യൂണിസ് ഭാഗത്ത് നിന്നും 3 മാസങ്ങൾക്ക് മുൻപ് ഇസ്രായേലിന്റെ ഗ്രൗണ്ട് ട്രൂപ്സ് മുഴുവനും പുറത്തേക്ക് പോകുന്നു എന്ന അറിയിപ്പ് കൊടുക്കുകയും പുറത്തേക്ക് പോവുകയും ചെയ്തു. എന്നാൽ വീണ്ടും ഖാൻ യൂണിസ് ഭാഗത്ത് ഞങ്ങളുടെ ഓപ്പറേഷൻ വളരെ തീവ്രമായി നടക്കാൻ പോകുന്നു. ഹമാസിനെ മുഴുവനായും ആ ഒരു ഭാഗത്ത് നിന്ന് തുടച്ചു നീക്കുന്നതുവരെയും ഞങ്ങൾ വിശ്രമിക്കില്ല എന്ന് ഇസ്രായേലിന്റെ ഡിഫൻസ് ഫോഴ്സസ് ഒരു വലിയ വാർണിംഗും ഒരു വലിയ അറിയിപ്പും ഇപ്പോൾ മൊസാദിന്റെ സഹായത്തോടു കൂടി നൽകിയിട്ടുണ്ട്. ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വ്യക്തമായി കാണാം. പേർഷ്യൻ ഗൾഫ് ഭാഗത്ത് UAE ലീസിനെടുത്ത ഒരു കപ്പലിനെ ഇപ്പോൾ ഇറാന്റെ IRGC കൈപ്പറ്റിയിട്ടുണ്ട്. ഏകദേശം 1.5 മില്യൺ ലിറ്റേഴ്സ് റിഫൈൻഡ് പെട്രോളിയം പ്രോഡക്ട്സ്, അതായത് 1.5 മില്യൺ അളവോളം വരുന്ന ശുദ്ധീകരിച്ച പെട്രോളിയം പ്രോഡക്ട്സ് കൊണ്ടുപോയ ആ ഒരു കപ്പലിനെ, ടാങ്കർ കപ്പലിനെ ഇറാന്റെ നേവി പിടിച്ചെടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഇത് ആരുടെ ഉടമസ്ഥതയിലുള്ളതാണെന്ന് ഞങ്ങൾ അറിയിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇൻഡയറക്റ്റായി ഇസ്രായേലിലേക്ക് പോകുന്ന ഇങ്ങനെയുള്ള സഹായങ്ങളെ ഞങ്ങൾ തടഞ്ഞുവെന്ന് ഇറാൻ ഒരു ഭാഗത്ത് ഔദ്യോഗികമായ ഒരു അറിയിപ്പ് നൽകി. മറ്റൊരു ഭാഗത്ത് ഹമാസ്, ഹെസ്ബുള്ള ഇവർ രണ്ടുപേരുമായി ഇസ്രായേൽ ചെയ്യുന്ന യുദ്ധം, അല്ലെങ്കിൽ ഇസ്രായേലുമായി ഈ രണ്ട് ഭാഗക്കാരും ചെയ്യുന്ന യുദ്ധം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനീ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുമോ എന്നറിയില്ല. ഗാസയ്ക്കുള്ളിൽ ഇസ്രായേലിന്റെ ചാരന്മാരുടെ പ്രവർത്തനം എന്നത്, ഇസ്രായേലിന്റെ മൊസാദ് ഓപ്പറേഷൻ എന്നത് ഇപ്പോൾ ചിന്തിച്ചു നോക്കാനാകാത്ത രീതിയിൽ നടക്കുകയാണ്. നല്ലൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഖാൻ യൂണിസ് ഭാഗത്ത് നടക്കുന്ന ആ ഒരു ഓപ്പറേഷനാണ്. മുഴുവനും ചാരന്മാരുടെ സഹായത്തോടു കൂടി നടക്കുന്ന അവരുടെ ഓപ്പറേഷൻ ഇപ്പോൾ ഇസ്രായേൽ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇത് പറയാൻ കാരണം ഒരു 3 മാസങ്ങൾക്ക് മുൻപ്, ശരിയായി പറഞ്ഞാൽ ഏപ്രിൽ മാസം, അതിന് മുൻപൊക്കെ ഞങ്ങൾ ഈ ഭാഗത്ത് നിന്ന് മുഴുവനായും പിന്മാറുന്നു. ഇതിനുശേഷം ഈ ഒരു ഭാഗത്ത് ഞങ്ങളുടെ ഗ്രൗണ്ട് ഓപ്പറേഷൻ ഒന്നും കാണില്ല എന്ന് പറഞ്ഞ് ഇസ്രായേലിലെ ഡിഫൻസ് ഫോഴ്സ് പറയുകയും പുറത്തേക്ക് പോവുകയും ചെയ്തു. എന്നാൽ പുറത്തു പോയതിനു ശേഷം ആ ഒരു സ്ഥലത്ത് ഹമാസിന്റെ ടണൽ നെറ്റ്വർക്കും അവരുടെ അണ്ടർഗ്രൗണ്ട് മൂവ്മെന്റ്സും വളരെ കൂടുതലാകുന്നത് ഇസ്രായേൽ ശ്രദ്ധിക്കുന്നു. അവർ അത് നിരീക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ ഇവർ ഇവിടെ അധികമായതിനു ശേഷം ആ ഒരു ഭാഗത്തെ മുഴുവനായും ചുറ്റി വളഞ്ഞ് അവിടെ നിന്ന് ആരും പുറത്തേക്ക് പോകാൻ പാടില്ല, അല്ലെങ്കിൽ പുറത്തുള്ള ആരും അകത്തേക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞ് അവിടെ ഒരു മതിൽ പോലെ സൃഷ്ടിച്ചു. ഇതൊന്നും അണ്ടർഗ്രൗണ്ടിലല്ല. കാരണം അണ്ടർഗ്രൗണ്ടിൽ ഇതുവരെയും ഇസ്രായേലിന് കണ്ടുപിടിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ ആകാത്ത ഒരുപാട് തുരങ്കപാത നെറ്റ്വർക്ക്സ്, ടണൽ നെറ്റ്വർക്ക്സ് ഇപ്പോഴും കൂടുതലുണ്ട്. ഇങ്ങനെ തറയ്ക്ക് മുകളിലുള്ള ആ ഒരു ഭാഗത്ത് വഴി തടയുകയും ഹമാസിനെ മുഴുവനും ചുറ്റി വളഞ്ഞു. ഇപ്പോ ഇസ്രായേലിന്റെ ഡിഫൻസ് ഫോഴ്സസ് ഔദ്യോഗികമായി പറഞ്ഞത്, ഇന്റലിജൻസ് ഇൻപുട്ട് അനുസരിച്ച് ഹമാസ് കൂടുതൽ എവിടെയാണ് ഗ്യാദർ ആയിട്ടുള്ളത്, പൊതുജനങ്ങളുമായി അവർ എവിടെയാണ് കലർന്നിട്ടുള്ളത്, ഇങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തെ വിട്ട് ഇനി ഞങ്ങൾ പുറത്തു പോകണം എന്നുണ്ടെങ്കിൽ ഹമാസിലെ ഒരു വ്യക്തി പോലും ഇവിടെ ഇല്ല എന്നൊരു സാഹചര്യമായിരിക്കണം. ഇനി അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ അവരെ മുഴുവനായും നശിപ്പിക്കാതെ ഞങ്ങൾ പുറത്തേക്ക് പോകില്ല എന്ന് വളരെ വലിയൊരു അറിയിപ്പ് കൊടുത്തു. ഇതിപ്പോ ഗാസയ്ക്കുള്ളിൽ നടക്കാൻ പോകുന്ന അടുത്ത ഘട്ട പ്രശ്നങ്ങൾക്ക് ഒരു തുടക്കമാണെന്ന് പറയാം. കാരണം ഇസ്രായേൽ ഇപ്പോൾ ഒരു സ്ഥലത്ത് ആക്രമിക്കാൻ തുടങ്ങിയാൽ ആ സ്ഥലത്ത് നഷ്ടങ്ങൾ സംഭവിക്കാൻ പോകുന്നതും ബാധിക്കപ്പെടാൻ പോകുന്നതും ഹമാസ് മാത്രമല്ല, ഗാസയ്ക്കുള്ളിലെ പൊതുജനങ്ങളുമാണ്. ഇപ്പോ ഇതേ സ്ഥലത്ത് നിന്ന് ഹമാസ് ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തു. അപ്പാച്ചി ഹെലികോപ്റ്ററിനെ കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ. ഈ ഒരു ഹെലികോപ്റ്ററിനെ മാൻ പോർട്ടബിൾ എയർ ഡിഫൻസ് സിസ്റ്റം ഒരു മിനി വേർഷൻ ഉപയോഗിച്ച് നശിപ്പിച്ചു എന്ന് പറയുകയും ഒരു വീഡിയോ വളരെ വേഗത്തിൽ ഹമാസ് വൈറലാക്കുകയും ചെയ്തു. ഒരു മുഴുവൻ വീഡിയോ അയാൾ നൽകിയിട്ടുണ്ട്. ആ വീഡിയോയുടെ തുടക്കത്തിൽ ഗാസയ്ക്ക് മുകളിൽ ഒരു അപ്പാച്ചി ഹെലികോപ്റ്റർ പറക്കുകയാണ്. ഇസ്രായേലിന്റെ ഫോഴ്സസിന്റെ ഹെലികോപ്റ്റർ പറക്കുന്നു. ഇപ്പൊ ഇവർ താഴെ നിന്നും ഒരു മിസൈൽ ഫയർ ചെയ്യുന്നു. ആ ഒരു മിസൈൽ പോയി എയർക്രാഫ്റ്റിൽ പതിക്കുന്നതും അത് നശിച്ച് താഴെ വീഴുന്നതും ഇങ്ങനെ മുഴുവനും ഒരു വീഡിയോ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പാച്ചി ഹെലികോപ്റ്ററിനെ സംബന്ധിച്ച് ഇസ്രായേൽ എയർഫോഴ്സിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അസറ്റ് എന്ന് പറയാം. കാരണം 2004 ഹമാസിന്റെ വളരെ പ്രധാനപ്പെട്ട നേതാവായ അഹമ്മദ് യാസിൻ, അദ്ദേഹത്തെ അസാസിനേറ്റ് ചെയ്തപ്പോഴും, ഇത് കൂടാതെ 2006 ലബനൻ യുദ്ധം, 90കൾ നടന്ന യുദ്ധം, ഇവയിലെല്ലാം കൂടുതൽ ജോലി ചെയ്തത്, കൂടുതൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത് ഈ അപ്പാച്ചി ഹെലികോപ്റ്റർ ആണ്.
കാരണം ഇതൊരു അറ്റാക്ക് ഹെലികോപ്റ്റർ ആയതുകൊണ്ട് ഇതിന് കൂടുതൽ നാശനഷ്ടങ്ങൾ ഗ്രൗണ്ട് ട്രൂപ്സിന് നൽകാൻ സാധിക്കും. ഒരു ഭാഗത്ത് ഹെസ്ബുള്ളയോ ഹമാസിന്റെയോ ആളുകൾ കൂട്ടമായി നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവരെല്ലാം ഗ്യാദർ ചെയ്യുമ്പോൾ ഹെലിപാഡ് മിസൈൽസ് അല്ലെങ്കിൽ എയർ ടു ഗ്രൗണ്ട് മിസൈൽസ് ഉപയോഗിച്ച് വലിയൊരു പാക്കേജ് തന്നെ കൊണ്ടുപോയി ആ ഒരു ബോംബ് ആ ഒരു സ്ഥലത്തേക്ക്, ആ കൂട്ടത്തിനുള്ളിലേക്ക് വീശും. അങ്ങനെ ശത്രുക്കൾ വിചാരിച്ചു പോലും നോക്കാത്ത നാശനഷ്ടങ്ങൾ ഈ ഒരു അപ്പാച്ചി ഹെലികോപ്റ്ററെ കൊണ്ട് നൽകാൻ സാധിക്കും. അതുകൊണ്ടാണ് ലോകത്തിലുള്ള പല നാടുകൾ, നമ്മുടെ ഇന്ത്യ ഉൾപ്പെടെ ഈ ഹെലികോപ്റ്റർ വാങ്ങാനുള്ള പദ്ധതികളിലുണ്ട്. പല നാടുകളും വാങ്ങിയിട്ടുമുണ്ട്. ഇത്രത്തോളം പ്രധാനപ്പെട്ട ഈ ഒരു അപ്പാച്ചി ഹെലികോപ്റ്ററെ ഹമാസ് ഇതിന് മുൻപ് വെടിവെച്ച് വീഴ്ത്തിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് വിശ്വസിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു വീഡിയോ എവിഡൻസ് ഒന്നും ആ സമയത്ത് അവർ നൽകിയിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഇവർ നൽകിയ ഈ ഒരു വീഡിയോ എന്നത് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു മിസൈൽ ലോഞ്ച് ആയതിനു ശേഷം ആ ക്രാഷ് നടന്നത് വരെ ഇങ്ങനെ മുഴുവൻ ഒരു ഫൂട്ടേജ് നൽകിയിട്ടുണ്ട്. പക്ഷെ ഇസ്രായേൽ ഇതിനെക്കുറിച്ച് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. ഇസ്രായേലിന്റെ ഡിഫൻസ് ഫോഴ്സസ് അവരുടെ മുന്നേറ്റത്തെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇസ്രായേലിന്റെ ഡിഫൻസ് ഫോഴ്സസ് ഹമാസിനെതിരെ എത്രത്തോളം മുന്നേറുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്നലെ പോലും 2 ടണൽ നെറ്റ്വർക്കിനെ ഖാൻ യൂണിസ് ഭാഗത്ത് നശിപ്പിച്ചിട്ടുണ്ടെന്ന് ഇസ്രായേലിന്റെ ഒരു അറിയിപ്പ് പുറത്തു വന്നു. ഇവയെല്ലാം ഗാസയ്ക്കുള്ളിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് ഹൂത്തികളുടെ ആക്രമണം എന്നത് ബ്ലാക്ക് സീയിൽ തീവ്രമാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവയെല്ലാം ഒരു പോയിന്റിനെ നോക്കിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്ക ആദ്യം പറഞ്ഞത് ഈ വർഷത്തിന്റെ തുടക്കത്തിൽ അവർ ചെയ്ത ഒരു എയർ സ്ട്രൈക്ക്, അതിനുശേഷം അവർ പറഞ്ഞത് ഈ ഒരു എയർ സ്ട്രൈക്കിന് ശേഷം കൂടുതലായും അവരുടെ ലോഞ്ച് ആക്ടിവിറ്റീസിനെ ഞങ്ങളെ കൊണ്ട് തടയാൻ കഴിയുമെന്ന് അമേരിക്ക ഒരു സ്റ്റേറ്റ്മെന്റ് നൽകി. പക്ഷേ അമേരിക്ക അത്രത്തോളം ആക്രമിച്ചെങ്കിലും ഹൂത്തികളെ അവർക്ക് നിയന്ത്രിക്കാൻ സാധിച്ചില്ല. മറ്റൊരു ഭാഗത്ത് ഹമാസിനെതിരെ ഇസ്രായേലിന്റെ ആക്രമണം എന്നത് അധികമാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഹിസ്ബുള്ളയും ഇസ്രായേലിന്റെ വടക്കൻ ഭാഗത്ത് എങ്ങനെയെങ്കിലും ഇസ്രായേലിനെ ഗാസയ്ക്കുള്ളിൽ പുറത്താക്കണമെന്ന് പറഞ്ഞ് അവരും ഇസ്രായേലിനെതിരെയുള്ള ആക്രമണങ്ങൾ കൂട്ടുന്നുണ്ട്. ഇങ്ങനെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഇസ്രായേലിന് ഒരേ സമയത്ത് പ്രശ്നങ്ങൾ കൂടി വരികയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിലേക്ക് പോയിട്ടുണ്ട്. മറ്റൊരു ഭാഗത്ത് അമേരിക്കയ്ക്കുള്ളിലും പല പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ബൈഡൻ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്നും പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇതിനുശേഷം കമല ഹാരിസ് ആയിരിക്കും അടുത്ത കാൻഡിഡേറ്റ് ആയി വരിക എന്ന് അവർക്കുള്ള സപ്പോർട്ടും അവിടെ കൂടി വരുമ്പോൾ, മറ്റൊരു ഭാഗത്ത് ഒരുപാട് പേർ പറയുന്നത് ബൈഡൻ എന്ത് സംഭവിച്ചു, ജീവനോടെ ഉണ്ടോ, ജീവനോടെ ഇല്ലേ? മാത്രമല്ല ബൈഡൻ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് വീഡിയോ വഴിയല്ല, വെറുതെ ഒരു ലെറ്റർ വഴി മാത്രമാണ് ഈ കാൻഡിഡേറ്റ് പോസ്റ്റിൽ നിന്നും ഇറങ്ങുന്നുവെന്ന് പറഞ്ഞിരിക്കുന്നത്. സത്യത്തിൽ ബൈഡൻ എവിടെ പോയി? കാണാനില്ല. കോവിഡ് വന്നോ? ഇങ്ങനെ പല റൂമേഴ്സ് ആണ് അമേരിക്കയിൽ ഇപ്പോൾ പടർന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇസ്രായേലിനും അമേരിക്കയ്ക്കായാലും അവർ പ്രതീക്ഷിക്കാത്ത പ്രശ്നങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ബൈഡൻ എന്ത് സംഭവിച്ചു എന്നറിയില്ല. മറ്റൊരു ഭാഗത്ത് ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ ഈ ഒരാഴ്ച വിസിറ്റിൽ ട്രംപിനെ കാണും എന്നൊരു അറിയിപ്പ് വന്നിട്ടുണ്ട്. അടുത്ത ഇലക്ഷനിൽ ട്രംപ് ജയിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇപ്പോൾ നടന്ന ഡിബേറ്റിൽ പോലും ട്രംപ് ഒരു കാര്യം വ്യക്തമായി പറഞ്ഞു, ഇസ്രായേൽ നടക്കുന്ന പ്രശ്നത്തിൽ ഞാൻ സഹായിക്കില്ല, അതൊക്കെ മാറ്റിവെച്ചിട്ട് ഇസ്രായേലിന്റെ പ്രശ്നം ഇസ്രായേലോട് കൂടി ഞാൻ അവസാനിപ്പിക്കും, അത് അമേരിക്കയിലേക്ക് വരാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. ഇങ്ങനെ ട്രംപ് അവരുടെ നിലപാട് വ്യക്തമായി പറഞ്ഞു. ഇതെല്ലാം തീർച്ചയായും ഇസ്രായേലിന് പ്രശ്നങ്ങൾ മാത്രമേ സൃഷ്ടിക്കുകയുള്ളൂ. ഹിസ്ബുള്ള, ഹമാസ് ഇവരുമായി നടത്താൻ പോകുന്ന ഇസ്രായേലിന്റെ യുദ്ധത്തിനും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഇസ്രായേൽ തീർച്ചയായും ഹമാസിനെ ആക്രമിക്കാതെ വിടില്ല. അതേസമയം ഹെസ്ബുള്ളയും ഇവിടെ ഇസ്രായേലിനെ തകർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു യുദ്ധം തുടങ്ങുകയാണെങ്കിൽ, ഒരു മൾട്ടി ഫ്രണ്ട് വാറിലേക്ക് ഇസ്രായേൽ തള്ളപ്പെടുകയാണെങ്കിൽ തീർച്ചയായും അത് മിഡിൽ ഈസ്റ്റിനുള്ളിൽ വിചാരിച്ചു നോക്കാനാകാത്ത പ്രത്യാഘാതങ്ങളായിരിക്കും ഉണ്ടാക്കുക. അമേരിക്ക 2ാം ലോക മഹായുദ്ധത്തിൽ എങ്ങനെയുള്ള നാശമാണോ സൃഷ്ടിച്ചത്, അതുപോലൊരു നാശം സൃഷ്ടിക്കാനുള്ള യുദ്ധമായി ഇത് മാറും. ഇതിലിപ്പോ റഷ്യയും അകത്തേക്ക് വന്നിട്ടുണ്ട്. അതെന്താണെന്ന് അറിയണ്ടേ? റഷ്യ ഡയറക്റ്റ് ഇസ്രായേലിന് ഒരു വാർണിംഗ് നൽകി. നിങ്ങൾ ഹൂത്തികളുടെ പോർട്ട് നശിപ്പിക്കുന്നു, ഇറാനിൽ ഒരു ആക്രമണം നടത്തുന്നു, മറ്റൊരു ഭാഗത്ത് ഹെസ്ബുള്ളയുടെ ലബനൻ, ഗാസ സ്ട്രിപ്പ്, ഇങ്ങനെ മനുഷ്യകുലത്തിന് എതിരായിട്ടുള്ള ആക്രമണങ്ങൾ നിങ്ങൾ പതിയെ കൂട്ടിക്കൊണ്ടുവരികയാണ്. ഇവയെല്ലാം റഷ്യ ഇപ്പോൾ സമാധാനമായി നോക്കി നിൽക്കുകയാണ്. എന്നാൽ അധിക ദിവസം റഷ്യ അതേ അവസ്ഥയിലായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഒരു കാഴ്ചക്കാരൻ എന്ന ഘട്ടത്തിൽ നിന്നും റഷ്യ കളമിറങ്ങുന്ന ഒരു ഘട്ടം തീർച്ചയായും വരും. സിറിയയിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും മറക്കരുത് എന്ന് നേരിട്ട് തന്നെ ഇസ്രായേലിന് അവർ ഒരു വാർണിംഗ് നൽകി. ഇപ്പോൾ അവസ്ഥ എന്നത് മധ്യകിഴക്കിൽ അടുത്ത ഒരു യുദ്ധം നടക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും എല്ലാ നാടുകളും സൃഷ്ടിച്ചെടുക്കുകയാണ്. എന്നാൽ സത്യത്തിൽ ചില കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഈ യുദ്ധം മധ്യകിഴക്കിൽ ഉണ്ടാവുകയാണെങ്കിൽ ലോകനാശത്തിനുള്ള ഒരു യുദ്ധമായി മാറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഈ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം. ഗാസ, ഇസ്രായേൽ, ഹമാസ്, ഹെസ്ബുള്ള, റഷ്യ, അമേരിക്ക, ഇങ്ങനെ എല്ലാ നാടുകളും ചേർന്ന്, അല്ലെങ്കിൽ ഈ പ്രശ്നത്തിലുള്ള എല്ലാ നാടുകളും ചേർന്ന് എത്രയും പെട്ടെന്ന് ഒരു സീസ് ഫയർ കൊണ്ടുവന്നാൽ മാത്രമേ ഈ വരാനിരിക്കുന്ന നാശത്തെ നമുക്ക് തടയാൻ സാധിക്കുകയുള്ളൂ. ഇതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകില്ല. എത്ര തന്നെ നമ്മൾ ഇസ്രായേൽ പവർഫുൾ ആണ്, ഹെസ്ബുള്ള പവർഫുൾ ആണ്, ഹമാസ്, ഹൂത്തീസ്, ഇങ്ങനെ എല്ലാവരെയും ഇതിനുള്ളിലേക്ക് കൊണ്ടുവന്നാലും ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരുപാട് ദിവസമായി അവർ ഒരു വട്ടത്തിനുള്ളിൽ നിന്നും കറങ്ങുകയാണ്.
ഹമാസിനെ ആക്രമിക്കുന്നു, പുറത്തു വരുന്നു. ഹെസ്ബുള്ളയെ ആക്രമിക്കുന്നു, പുറത്തേക്ക് വരുന്നു, വീണ്ടും അകത്തേക്ക് കടക്കുന്നു. ഇങ്ങനെ എല്ലാവരും ഒരു വട്ടത്തിനുള്ളിൽ കറങ്ങുകയാണ്. ഇവയെല്ലാം ഒരു എക്സ്ട്രീം ലെവലിലേക്ക് പോവുകയാണെങ്കിൽ, ഏതൊരു നാടായാലും ഏതൊരു സംഘടനയായാലും ഒരു എക്സ്ട്രീം പോയിന്റിലേക്ക് പോകുമ്പോൾ അപ്പോ അവർ ജയിക്കണം എന്ന് ചിന്തിച്ച് എടുക്കുന്ന ഒരു തീരുമാനം തീർച്ചയായും ഏതെങ്കിലും ഒരു ഭാഗത്തിന്റെ നാശത്തിലായിരിക്കും അവസാനിക്കുക. ഈ ഒരു വീഡിയോയുടെ അവസാനം എനിക്ക് ചോദിക്കാനുള്ളത്, പ്രധാനമായും റഷ്യ ഡയറക്റ്റ് ഇസ്രായേലിന് ഒരു വാർണിംഗ് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ റഷ്യയുടെ നിലപാട് ഈ ഒരു യുദ്ധത്തിൽ എങ്ങനെയെല്ലാം മാറാൻ പോകുന്നു? ഇസ്രായേൽ ഒരു പക്ഷേ അണുവായുധം ഉപയോഗിക്കാനുള്ള ഒരു യുദ്ധമായി ഇത് മാറുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ബൈഡന് എന്ത് സംഭവിച്ചു? അയാൾ എവിടെയാണ്? ഒരുപക്ഷെ ബൈഡൻ മരിച്ചിട്ടുണ്ടാകുമോ? ട്രംപ് ജയിച്ചാൽ ഇസ്രായേലിന് പോകുന്ന സഹായം കുറയുമോ? അല്ലെങ്കിൽ ഇതുപോലെ തന്നെ തുടരുമോ? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇവയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.